ആർക്കും ഒന്നും അറിയണ്ടല്ലോ. ആകെ ഉള്ളൊരു ഞായറാഴ്ചയാ. എന്നാ എന്നെ വന്നൊരു കൈ സഹായിക്കാതെ കിടന്നുറങ്ങുക. ആ, നീ ഇതെങ്ങോട്ടാ? അത് അമ്മേ പരീക്ഷയല്ലേ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പൊ ഞായറാഴ്ച ഞാൻ ഇവിടെ കിടന്ന് അടു ഓടിക്കാം. അതെ, നീ പോയിട്ട് ആ ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അത് അമ്മേ സ്പെഷ്യൽ ക്ലാസ് മുടക്കാൻ പറ്റത്തില്ല, പരീക്ഷ ആയതുകൊണ്ട്. ഒരു പഠിത്തക്കാരി എന്നാ പിന്നെ കല്യാണം കഴിക്കണ്ടായിരുന്നല്ലോ. നിന്റെ വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരായിരുന്നോ? എന്താടോ, എന്ത് പറ്റി? അമ്മ സ്പെഷ്യൽ ക്ലാസ്സിന് പോകണ്ടെന്ന് പറഞ്ഞു. ഇന്ന് സൺഡേ അല്ലേ, പോകണ്ടെന്ന് പറയായിരുന്ന? അതെന്താ എത്ര പെട്ടെന്നൊരു മാറ്റം? ഇന്നലെ വരെ ഇതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തന്നോട് ഇന്ന് പോകണ്ടെന്ന് പറയാനിരുന്ന, പിന്നെ തനിക്ക് എക്സാം ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒന്നും പറഞ്ഞിരുന്നേ ഉള്ളൂ. ഹലോ അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കല്യാണം കഴിഞ്ഞാലും പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല അമ്മ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. ഓളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്ത് പറ്റി? എനിക്കിവിടെ പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല ഉള്ളത്. ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ ഓരോരോ ജോലികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പഠിക്കാൻ പോയിട്ട് ക്ലാസ്സിൽ വരെ പോകാൻ പറ്റണില്ല അമ്മ. മോൾ ഇങ്ങനെയൊക്കെ വിഷമിക്കല്ലേ? ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്തിരുന്ന് പഠിക്ക്. അങ്ങനെ എത്രയോ പെൺകുട്ടികൾ ജോലി വാങ്ങുന്നുണ്ട്. ഞാൻ പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ടോട് പറയാതല്ല, ഞാൻ പഠിക്കാണ്ടിരിക്കാനായിട്ട് അവർ മനഃപൂർവ്വം ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. മോളെ അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ മോളെ അവരുടെ എതിർത്തൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. അമ്മ വിളിക്കാം, മോള് വിഷമിക്കാതിരിക്കുക കേട്ടോ. അശ്വതി, അശ്വതി, എന്താ അമ്മേ? അമ്മേ, നീ പോയി ആ വിളക്ക് വെച്ചേ. നേരം ആ ബുക്കും തുറന്നു പിടിച്ചിരുന്നു വേണം. ആ ബുക്കിന് ഇത്തിരി റെസ്റ്റ് കൊടുക്കുക. അമ്മ ഞാനിപ്പോ പഠിക്കാനിരുന്നതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി ചെയ്യേ. ആ, മോള് രാവിലെ തന്നെ എണീറ്റോ? പിന്നെ എഴുന്നേക്കാതെ ഒറ്റയ്ക്ക് കിടന്ന് എത്രയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പണിയെടുക്കണത്. മോൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണ് എനിക്കൊരു കൈസഹായാവുന്ന ഞാൻ കരുതിയത്. അതെ, കല്യാണം കഴിഞ്ഞിട്ട് മാസം 6 വിശേഷമൊന്നും ആയില്ലേന്ന് ഇപ്പം ആളുകൾ ചോദിച്ചു തുടങ്ങി. ക്ലാസ് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് കുട്ടികൾ മതിയെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അത് കൊള്ളാം. അപ്പൊ ഇനി എന്നാ മൂക്കി പല്ല് വന്നിട്ടോ? മോളെ, ഒരു കുഞ്ഞൊക്കെ ആയാലും പഠിക്കാനൊക്കെ പറ്റും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വച്ച് താമസിപ്പിക്കാതിരിക്കല്ലേ നല്ലത്. അതെ, നാളെ പിന്നെ നാട്ടുകാരെ കൊണ്ട് മച്ചെയ്ത് ഒളിപ്പിക്കാതിരുന്നാലേ നിങ്ങൾക്ക് കൊള്ളാം.
ഒന്നും പറഞ്ഞില്ല? ഞാൻ എന്താ പറയണ്ടേ? കുഞ്ഞിന്റെ കാര്യം നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ. എടോ, അമ്മ പറഞ്ഞാലും കാര്യമില്ലേ? എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു തുടങ്ങി. അപ്പൊ എന്റെ പഠിത്തം ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതൊന്നും വേണ്ട. അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? കുഞ്ഞുങ്ങളായാലും പഠിക്കാമല്ലോ. എടേ അശ്വതി, എത്ര നേരമായി ഞാൻ കിടത്ത് വിളിക്കുന്നു. അച്ഛന് ഗുളിക കഴിക്കാനുള്ള സമയം കഴിഞ്ഞു. നിനക്ക് സമയത്തിന് എടുത്തു കൊടുത്തൂടെ? ഞാനെടുത്തല്ലോ മോളത്. ഇവിടെ മോന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം തരുന്നില്ല. അതിന്റെ ഇടയിൽ എവിടെ പഠിക്കാനമ്മേ? പഠിക്കാൻ പോകാൻ പറ്റാത്തത് നല്ല വിഷമമുണ്ടല്ലേ? അതൊന്നും സാരില്ല അമ്മേ. ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. വിധിച്ച പോലെയല്ല വരുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ലല്ലോ. നേരം ഫോണില്ല. ഇവിടെ ഫോൺ ചെയ്തോണ്ടിരുന്ന വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യും? എന്നാ ശരി അമ്മേ, ഇവിടെ കുറച്ച് പണികളുണ്ട്. ആ ശരി. അതെ ഏട്ടാ, എന്താ? എനിക്കൊരു 500 രൂപ വേണമായിരുന്നു. 500? അതെന്തിനാ? അത് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യമാണെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഇന്നലെ പുറത്തു പോയാലോ, അപ്പം പറയാമായിരുന്നല്ലോ. മോളുടെ അനിയത്തിയുടെ കല്യാണ കാര്യം ഒന്നായില്ലേ? പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് കല്യാണം മതി എന്നുള്ള അഭിപ്രായം. അവള് പഠിക്കല്ലേ? കല്യാണം കഴിഞ്ഞാലും ജോലി നോക്കാലോ. ഒരു പ്രായം കഴിഞ്ഞ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്ന തന്നെയാ നല്ലത്. അത് ശരി. ഈ വക കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കാതിരിക്കാൻ നല്ലത്. അമ്മ എന്താ ജോലിക്ക് പോവാത്ത? എന്റെ ഫ്രണ്ട്സിന്റെ അമ്മമാർക്ക് ജോലി കിട്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കലൊന്നും നടക്കില്ല അമ്മ. ഞാനിവിടെ കല്യാണം കഴിച്ച് വരുമ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളോട് കൂടിയാ വന്നത്. കല്യാണം കഴിഞ്ഞ് പഠിക്കാം, ജോലിക്ക് പോവാം, അത് കഴിഞ്ഞിട്ട് മതി കുട്ടികൾ, അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളോട് കൂടിയാണ് ഞാൻ കയറി വന്നത്. എന്നിട്ട് എന്തായി? കുട്ടി, ഭർത്താവ്, അമ്മായിപ്പൻ, അമ്മായിമ്മ, ആ ഒരു ഇട്ടാവട്ടത്തിൽ ഞാൻ ഒതുങ്ങിപ്പോയില്ലേ? അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും. എല്ലാ പെൺപിള്ളേരും കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി വരുന്നത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിക്കലൊന്നും നടക്കില്ല. അവരവരുടെ ജോലികൾ അവരവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലൊരു പെണ്ണിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും അവരവരെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് വിനിയോഗിച്ച എന്തിനാ വീട്ടില് ജോലിക്കായിട്ട് വീട്ടിലെ പണികൾ ചെയ്യാനായിട്ട് ഒരു പെണ്ണ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ. എല്ലാ പെൺപിള്ളേരും പ്രതീക്ഷയോട് കൂടി കയറി വരാം. അതില്ലാണ്ടാക്കേണ്ടത് ആ വീട്ടിലെ അപ്പനും അമ്മായിപ്പനും അമ്മായിമ്മയും അല്ലെങ്കിൽ ഭർത്താവ്. അവരാണ് അവരുടെ ജീവിതം നശിപ്പിക്കണത്.
അവിടെ സുഖമാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. അവരൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് പോലും ഭർത്താവിന്റെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരില്ലേ? അത്രയും ഞാൻ പറഞ്ഞു.